ഏറെ വെച്ചവാദ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പാഠം ഏതാണ്? നമ്മുടെ 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമാണ്. ഏത്? കൗൻസാ ഹെ? ദോസ ഓർ ചട്നി. ദോസ ഓർ ചട്നി. ഈ പാഠഭാഗത്തിലെ അവസാനത്തെ പഠന പ്രവർത്തനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ബോക്സിലുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അവസാനത്തെ ചോദ്യമാണ്. ഈ ചോദ്യം നല്ല ശ്രദ്ധയോടുകൂടി ഒന്ന് വായിക്കാം നമുക്ക്. इसमें क्या है? आज देखिए, आप सुबह से शाम तक क्या क्या करते हैं? നിങ്ങൾ സുബഹ മുതൽ ഷാം വരെ ക്യാ ക്യാ കർത്തെ ഹെ, കഹാ കഹാ ജാത്തെ ഹെ, എവിടെയെല്ലാം പോകുന്നു, എവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം ചെയ്യുന്നു. ആപ്കെ ഏക് ദിൻ കെ ഡയറി നോട്ട് തയ്യാർ കീജിയെ, നിങ്ങളുടെ ഒരു ദിവസത്തെ ഡയറി നോട്ട് തയ്യാറാക്കുക. ഇവിടെ ഡയറി നോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആജുമേ സുബഹ സവേരെ 5 ബജെ ഉണ്ട്. ഇന്ന് രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേറ്റു എന്ന രീതിയിൽ ഇവിടെ ഡയറി നോട്ട് ഇവിടെ ശുരു ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂടുതൽ സെന്റൻസുകൾ നമ്മൾ ആഡ് ചെയ്യണം. സെന്റൻസ് നമ്മൾ ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിന് സഹായകമായിട്ടുള്ള ഒരു രണ്ട് ക്ലിപ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് അതിലുള്ളത്? ഒന്ന് നമ്മുടെ പാഠത്തിലെ ആദ്യ ഭാഗമാണ്. ഏതാ? ഇവിടെ ഈ ഭാഗം അംജദിനെ ദാന്ത് മുഹ് സാഫ് കിയെ, നഹാ ധോക്കർ കപ്പടെ ബദലെ और खुदा से मांगी. ഇത് ദോശ और ചട്നി എന്ന നമ്മുടെ പാഠഭാഗത്തിലെ ഒന്നാമത്തെ നരേഷൻ ഭാഗത്ത്, പാഠം തുടങ്ങുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് ഭാഗമാണ്. അതിലെ ആദ്യത്തെ വരിയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വരിയിൽ എന്തുണ്ട്? നമുക്ക് ഇത് എഴുതാൻ സഹായകമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതോ ദേഖിയെ, ഫർഹാദ് സുബഹ സവേരെ ജാഗ് ഉഠ്താ ഹെ, ഹാത്ത് മുഹ് ധോത്താ ഹെ, നാശ്ത കർത്താ ഹെ. ഇത് 5ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. ഇത് 5ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് രണ്ടും യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിലെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പൂരിപ്പിക്കാം. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ട് ഇവിടെ ദേഖിയെ സുബഹ സവേരെ ജാഗ് ഉഠ്താ ഹെ, ഈ ഭാഗമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഭാഗമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സുബഹ സവേരെ 5 ബജെ ഉടാ. അപ്പൊ ഈ വരി നമ്മൾ ഇവിടെ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ട്, ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ദാന്ത് മുഹ് സാഫ് കിയെ, ഇതിൽ ഫസ്റ്റ് ദാന്ത് മുഹ് സാഫ് കിയെ എന്നുള്ള. ഇവിടെ ഹാത്ത് മുഹ് ധോത്താ ഹെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ദാന്ത് മുഹ് സാഫ് കിയെ. ഇതിനെ വേണമെങ്കിൽ ദാന്ത് വേറെ ആയിട്ട് എഴുതാം, ഹാത്ത് മുഹ് ധോത്താ ഹെ എന്നുള്ളത് വേറെ ആക്കാം. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ആജ് മേ സുബഹ സവേരെ 5 ബജെ ഉഠാ. ഉഠാ എന്ന് പറഞ്ഞ അർത്ഥം എഴുതുന്നു. ഇവിടെ നോക്കൂ, ഉടുത്താഹെ എന്നാണ്. ഉടുത്താഹെ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുന്നു എന്നതാണ്. അപ്പൊ നമ്മൾ ഇനി എഴുതുന്നത് മുഴുവൻ ഇതുപോലെ എഴുതണം. ഉടുത്താഹെ എന്നാണെങ്കിൽ ഉടാ എന്നാക്കണം. മനസ്സിലായോ? ഉടുത്താഹെ എന്നതാണെങ്കിൽ ഉഠാ എന്നാക്കണം. ബൈട്ട് താഹെ എന്നാണെങ്കിൽ ബൈറ്റ. ജാത്താഹെ എന്നാണെങ്കിൽ ജാത്താഹെ തന്നെ അല്ലെ. ഗയ, ജാത്താഹെ എന്നാണെങ്കിൽ ഗയ. ഈ രീതിയിലാണ് നമ്മൾ എഴുതുക. എഴുന്നേൽക്കുന്നു എന്നല്ല, എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു? ഹാത്ത് മുഹ് ധോത്താ ഹെ, ഹാത്ത് മുഹ് ധോത്താ ഹെ എന്നുള്ളത് നമുക്ക് രണ്ടാമതായിട്ട് എഴുതാം. അപ്പൊ നമ്മളൊരു ഓർഡർ നമുക്ക് ഇവിടെ എഴുതാൻ ഓർഡർ നമുക്ക് നോക്കാം. ഇവിടെ ഇത് നമ്മൾ ഒന്നാമത്തായിട്ട് എഴുതുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടാമത്തായിട്ട് എഴുതാം. ഇതിൽ രണ്ടാമത്തെ ഹാത്ത് മുഹ് ധോത്താ ഹെ എഴുതി കൂടെ, ഹാത്ത് മുഹ് ധോത്താ ഹെ. ഇനി ഈ അംജദിന്റെ വിഷയത്തില് ഇവിടെ ദാന്ത് കൂടി വരുന്നുണ്ട്. ദാന്ത് സാഫ്, ഹാത്ത് മുഹ് ധോത്താ ഹെ എന്നല്ല നമ്മൾ എഴുതേണ്ടത് ധോയ എന്നാണ് എഴുതുക. എന്താ എഴുതുക? ഹാത്ത് മുഹ് ധോയ, കയ്യും വായും കഴുകി. ദാന്ത് സാഫ് കിയ, ദാന്ത് സാഫ് ചെയ്തു. അപ്പൊ ഇത് 3 സെന്റൻസ് നമ്മൾ ഇതിൽ നിന്ന് തന്നെ കിട്ടിയില്ലേ? ഇതിൽ നിന്ന് തന്നെ നമുക്ക് 3 സെന്റൻസ് കിട്ടി അല്ലെ. ഇനി എന്ത് ചെയ്തു? നഹാ ധോക്കർ കപ്പടെ ബദല. ഒന്നുകിൽ അങ്ങനെ എഴുതാം, ഇവിടെ ബദല എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതാം. അപ്പൊ ഇത് 3ാമത്തെ വരി ഇത് എഴുതി, 4ാമത്തെ വരി ഇതും എഴുതാം. ഓക്കെ,
ഖുദാസെ ദുആ മാങ്കി, അഞ്ചാമത്തെ വരിയിൽ എഴുതാം. ഖുദാസെ ദുആ മാങ്കി, അല്ലെ, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ 4, 5 വരി ഇവിടെ തന്നെ ആയി. ഇനി ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കണം. കഹാൻ കഹാൻ ജാത്തേ ഹേ, അല്ലെ, കഹാൻ കഹാ ജാത്തേ ഹേ. അപ്പൊ അതിന്റെ മുമ്പ് 5 കഴിഞ്ഞതിന് ശേഷം ഇവിടെ 6 നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. കർത്ത എന്നുള്ള എന്ത് ചെയ്യണം? കിയ എന്നാക്കണം. നാഷ്ത കിയ, നാഷ്ത കിയ, ഭക്ഷണം കഴിച്ചു, പ്രഭാവിച്ചു എന്ന് നാഷ്ത കിയ എന്ന് എഴുതണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം എങ്ങോട്ട് എന്തു? സ്കൂൾ ഗയ, സ്കൂളിൽ പോയി. സ്കൂൾ ഗയ, സ്കൂളിൽ പോയി. പഠ ഔർ ലിഖ, പഠിച്ചു, എഴുതി, അല്ലെ, പഠ ഔർ ലിഖ, അങ്ങനെയൊക്കെ എഴുതാം. പിന്നെ എന്ത് ചെയ്തു? ഷാം ഗർ വാപ്പസ് ആയ, ഷാം ഗർ വാപ്പസ് ആയ. ഇതുപോലെ നമുക്കൊന്ന് പെട്ടെന്ന് എഴുതി നോക്കാം, അല്ലെ, ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ഒരു ഇവിടെ ഉണ്ട്, ഞാൻ എഴുതണോ? വേണ്ട, അല്ലെ, 2 എഴുതിയാൽ മതിയല്ലോ. ഹാത്ത് മുഹ് ദോത്താഹ എന്നുള്ള നമ്മൾ എന്ത് ചെയ്തു? ദോയ എന്ന് എഴുതും, ദോയ, ഹാത്ത് മുഹ് ദോയ. രണ്ടാമത്തെ വരി, അല്ലെ, രണ്ടാമത്തെ വരി നമുക്ക് ഹാത്ത് മുഹ് ദോയ എന്ന വരി ഇവിടെ എഴുതി. ഓക്കെ, ഹാത്ത് മുഹ് ദോയ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഹാത്ത് മുഹ് ദോയക്ക് ശേഷം ഇനി നമ്മൾ എഴുതേണ്ടത് എന്താണ്? പറയും. യെസ്, എന്താണ് മൂന്നാമത്തെ? എന്താണ് നോക്കൂ, മൂന്നാമത്തെ അന്തതിനെ ദാന്ത് മുഹ് സാഫിയ. അപ്പൊ മുഹ് ഇവിടെ വന്നു, അല്ലെ, മുഹ് വന്നതുകൊണ്ട് നമ്മൾ ഇനി എന്താ എഴുതുന്നത്? ഇനി മുഹ് ഇവിടെ വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദാന്ത് സാഫിയ. ദാന്ത് സാഫിയ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പല്ല് തേച്ചു, പല്ല് വൃത്തിയാക്കി, പല്ല് തേച്ചു അല്ലെങ്കിൽ പല്ല് വൃത്തിയാക്കി എന്നതാണ് ഇതിന്റെ അർത്ഥം. അപ്പോ ഈ വരിയും ഇതിനോട് കൂടി അറ്റാച്ച് ചെയ്തു നമ്മള്. ഇനി നമ്മൾ അടുത്തത്, പിന്നെ അടുത്ത എന്താ? നമ്മള് 3 കഴിഞ്ഞു. ഇനി 4 എന്താ? നഹാ ദോക്കർ കപ്പടെ ബദലെ, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എന്താ? നഹാ ദോക്കർ. ആണെങ്കിൽ നഹായ എന്നൊക്കെ ആവാം. അത് നമ്മൾ ഒരുമിച്ച് ഒറ്റടിക്കുന്ന പരിപാടി കഴിക്കാൻ വേണ്ടി നഹാ ദോക്കർ കപ്പടെ ബദല. ഓക്കെ, നഹാ ദോക്കർ കപ്പടെ ബദല. ഓക്കെ, 3 വരി. 1 നേരത്തെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ 4 വരിയായി, അല്ലെ, 4 വരിയായി. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? 5ാമത്തെ വരി അവർ ഖുദാസെ ദുആ മാങ്ങി, അല്ലെ, ഖുദാസെ ദുആ മാങ്ങി. അങ്ങനെ തന്നെ എഴുതാം, വളരെ സിമ്പിൾ ആയിട്ട്. ഖുദാസെ ദുആ മാങ്ങി, ഖുദാസെ ദുആ മാങ്ങി പറഞ്ഞല്ലോ, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ 5 കഴിഞ്ഞു. ഇനി 6 എന്താ? 6 നാഷ്ത കർത്താഹെ എന്നുള്ള എന്ത് ചെയ്യണം? നാഷ്ത കർത്താഹെ എന്നുള്ളത് നാഷ്ത കിയ എന്നാക്കുക. നാഷ്ത കിയ, കർത്താഹെ എന്ന് പറഞ്ഞ അർത്ഥം ചെയ്യുന്നു എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തു എന്ന് എഴുതണം. അതാണ് നാഷ്ത കിയ. നാഷ്ത കിയ എന്ന് പറഞ്ഞാൽ നാഷ്ത കഴിച്ചു, പ്രഭാത ഭക്ഷണം കഴിച്ചു. നാഷ്ത കിയ, പ്രഭാത ഭക്ഷണം കഴിച്ചു. കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്കൂൾ കയ. എവിടെ പോയി? സ്കൂളിൽ പോയി, അല്ലേ? സ്കൂളിൽ പോയാ? സ്കൂളിൽ പോകണം. അപ്പൊ നമ്മൾ സ്കൂളിൽ പോവാണേ. സ്കൂളിൽ പോയി, സ്കൂൾ ഗയ, സ്കൂൾ ഗയ. ജാത്താഹ എന്നത് നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ രൂപത്തിലേക്ക് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതുക?
ഗയ എന്ന് എഴുതാം. ഗയ എന്ന് പറഞ്ഞാൽ പോകുന്നു. ഗയ പോകുന്നു അല്ല, പോയി. സ്കൂളിൽ പോയി. സ്കൂൾ ഗയ, സ്കൂളിൽ പോയി. സ്കൂളിൽ പോയി. ഇപ്പൊ ഒരു ഏകദേശം ഇത് കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്തണ്ടേ, ഒരു ചെറിയ രീതിയിൽ ഡയറി എഴുതണ്ടേ. കഹാൻ കഹാൻ ജാത്ത ഹൈ സ്കൂൾ ഗയ, പഠ और लिखा, പഠ और लिखा, बच्चों के साथ खेला, കുട്ടികളോടൊപ്പം കളിച്ചു അല്ലേ. बच्चों के साथ खेला, കുട്ടികളോടൊപ്പം കളിച്ചു. शाम के वक्त घर वापस आया, വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറി എഴുതാൻ പറ്റും. ഇതാണ് ദോശ और ചട്നി എന്നതിലെ അവസാനത്തെ പാഠഭാഗം, അവസാനത്തെ പഠന പ്രവർത്തനം. എന്താണ്, ഡയറി എഴുതാൻ. വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചത് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്ന് അംജദ് 6ാം ക്ലാസ്സിലുള്ളതാണ്, ഫർഹാദ് 5ാം ക്ലാസ്സിലുള്ളതാണ്. അപ്പൊ 5ലെയും 6ലെയും പാഠഭാഗത്തിൽ നിന്ന് തന്നെ അതിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡയറി നോട്ട് പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയും. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതുക. ഇതുപോലെയുള്ള പഠന പ്രവർത്തനങ്ങൾ വളരെ ഈസിയായി ചെയ്യാൻ പറ്റാവുന്ന മറ്റ് ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ശുക്രിയ, ഖുദാ ഹാഫിസ്.